താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ വന്നു എന്നുണ്ടെങ്കിലും ഇന്ത്യ ഭീകരരെ വെറുതെ വിടില്ല എന്നുള്ളൊരു വാക്ക്, നമുക്ക് തന്നിട്ടുള്ള ഒരു വാക്ക് അവിടെ പാലിച്ചിരിക്കുകയാണ്. ഇന്ന് 3 ഭീകരരെ കൂടി ഇന്ത്യ വധിച്ചിരിക്കും. തീർച്ചയായിട്ടും അത് 3 ഭീകരരെ വധിച്ചു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സൈന്യത്തിൻ്റെ നേട്ടങ്ങളുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തിക്കൊണ്ട് ഈ പഹൽഗാം ആക്രമണത്തിന് എല്ലാ സഹായവും ചെയ്ത ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, ആഷിഷ് അഹമ്മദ് ഷെയ്ഖ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു ഭീകരനെ വധിക്കാൻ സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതാണ് ആ നേട്ടം. എന്തായാലും ഇത് കാശ്മീരിലെ തെക്കൻ കാശ്മീരിലെ ത്രാൾ എന്ന് പറയുന്ന സ്ഥലത്തെ നാദിറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ഏറ്റുമുട്ടൽ നടന്നത്. അവിടെ ഒരു വീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു 4 ഭീകരർ. അതിൽ 3 പേർ സൈന്യത്തിൻ്റെ വെടിയുണ്ടകളേറ്റ് അവർ ഹൂറികളുടെ അടുത്തെത്തി എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. 4ാമനും സൈന്യവുമായിട്ട് ഏറ്റുമുട്ടൽ തുടരുകയാണ്. സൈന്യം വലിയ തോതിൽ അവിടെ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് അത് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ സത്യത്തിൽ ഇതൊന്നും നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ സമീപത്തെത്തി നിൽക്കുന്ന ഈ മാധ്യമങ്ങളിലൂടെ, നമ്മുടെ ചാനലുകളിലൂടെ ആ വെടിയുച്ച, നിരന്തരം മുഴങ്ങുന്ന വെടിയുച്ച നമുക്ക് കേൾക്കാം. വളരെ ശക്തമായ കനത്ത ഏറ്റുമുട്ടലാണ് ഇന്ന് പുലർച്ചെ മുതൽ നടക്കുന്നത്. ഏതാണ്ട് 3 ദിവസം മുമ്പ് തന്നെ ഈ ആസിഫ് ഷെയ്ഖ് ഈ പ്രദേശത്ത് ഒളിച്ചു കഴിയുകയാണ് എന്ന വിവരം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കിട്ടിയിരുന്നു. അവർ വളരെ സമർത്ഥമായിട്ട് വലവിരിച്ച് ഇവരെ കുടുക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു സൈന്യവും രഹസ്യാന്വേഷണ വിഭാഗവും കാശ്മീർ പോലീസുമൊക്കെ. എന്തായാലും അവർ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി. സൈന്യം തിരിച്ചടിച്ചു, ശക്തമായിട്ട് തിരിച്ചടിച്ചു. നമുക്കറിയാം നമ്മുടെ സൈന്യം എത്ര മികവുറ്റതാണ്, അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അവരുടെ മുന്നിൽ വെറും ഈയാമ്പാറ്റകളെ പോലെ പിടഞ്ഞു വീഴുകയാണ് ഈ ഭീകരന്മാർ. എന്തായാലും അതിലിപ്പോൾ 3 പേരെ സൈന്യം കൃത്യമായിട്ട് വധിച്ചു. അതിലൊരാൾ ആസിഫ് ഷെയ്ഖാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നമുക്ക് ഇയാൾ സ്വദേശിയാണ്, ഇയാൾ കാശ്മീരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇയാൾ ഈ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ഭീകരനാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. മറിച്ച് വന്ന 3 പേർ ആണ് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയത്. അവരുടെ കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ വിവരങ്ങളില്ല. സൈന്യം അതൊന്നും പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ഈ ആസിഫ് ഷെയ്ഖിനെ വധിച്ചു എന്നുള്ളതും സൈന്യമല്ല പറയുന്നത്, അവിടുത്തെ പ്രാദേശികമായിട്ട് ലഭിക്കുന്ന വിവരമാണ്. ആ പ്രദേശത്തെ ജനങ്ങൾ പറയുന്ന വിവരം അനുസരിച്ച് നമ്മുടെ മാധ്യമ റിപ്പോർട്ടർമാർ അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പറയുന്ന ആ ഏറ്റുമുട്ടൽ നടക്കുന്നതിന് സമീപത്തുള്ള ആ പ്രദേശത്തിൻ്റെ ദൃശ്യം, സൈന്യം വാഹനങ്ങളൊക്കെ തടഞ്ഞിട്ടിരിക്കുന്നതും ജനങ്ങളെ മാറ്റുന്നതുമായ ആ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു പഹൽഗാം ആക്രമണം വന്നപ്പോൾ തന്നെ എല്ലാവരും സംശയിച്ചിരുന്നു, അതായത് ഇതിനകത്ത് തന്നെ സഹായിക്കാനുള്ള വളരെ ശരിയാണ്. ഇതിനകത്ത് നിന്ന് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അവരെ പറയുന്നത് OGW എന്നാണ്, അതായത് ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. പ്രദേശത്ത് നിന്ന് ഭീകരപ്രവർത്തനത്തിനും ഭീകരർക്കും സഹായം ചെയ്യുന്നവർ. അതായത് വരുന്ന ഭീകരർക്ക് ഒളിച്ചു താമസിക്കാൻ വീടുകൾ തയ്യാറാക്കുക, ആ വീടുകളിലേക്ക് വളരെ രഹസ്യമായിട്ട് ഭക്ഷണം എത്തിക്കുക, അതുപോലെ ആയുധങ്ങൾ. ഈ വരുന്നവർ ആയുധങ്ങളുമായിട്ടായിരിക്കില്ല വരുന്നത്, അവർ സാധാരണ പൗരന്മാരെ പോലെ വരുന്നു, പരിശോധനയൊക്കെ ചെക്ക് പോസ്റ്റിലൊക്കെ പരിശോധനയൊക്കെ നടത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മറ്റെവിടെയെങ്കിലും വെച്ച് ഇവരെ കണ്ടാൽ പോലും പരിശോധന നടത്തുന്നു. ഇവരുടെ കയ്യിൽ വ്യാജ തിരിച്ചറിയൽ കാർഡൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, അവരെ അങ്ങ് വിടും. പക്ഷേ ഇവർ ഏത് സ്പോട്ടിലാണോ ആക്രമണം നടത്തേണ്ടത് അതിന് സമീപത്തെത്തുമ്പോൾ തന്നെ അവിടെ ഇവർക്കുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തും. അത് ഒരുക്കി കൊടുക്കുന്നത് ഈ OGW, ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സ് എന്നറിയപ്പെടുന്ന ഭീകരരെ സഹായിക്കുന്ന പ്രാദേശിക വ്യക്തികളാണ്. പ്രദേശത്തുള്ള ഗ്രാമീണരായ ആൾക്കാർ, അല്ലെങ്കിൽ ആ നഗരത്തിലുള്ള ആൾക്കാർ, ഈ സ്ലീപ്പർ സെല്ലുകൾ എന്നും അവരെ പറയാറുണ്ട്. ഒളിച്ചിരിക്കുന്നവരാണ്, പുറമേക്ക് ഒരു സംശയവും തോന്നില്ല. അവർ വളരെ രഹസ്യമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്, കോഡ് ഭാഷയിലായിരിക്കും അവർ സംസാരിക്കുന്നത്. അവരിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് വിവരങ്ങൾ, രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഈ OGW എന്ന് പറയുന്ന ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സ് ആണ് ഇവരെയും സഹായിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ
ഈ ഓവർഗ്രൗണ്ട് വർക്കേഴ്സിനെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരും ഏതാനും പേർ ഇപ്പോൾ പിടിയിലാണ്, നിരീക്ഷണത്തിലാണ് എന്നൊക്കെ പറയുന്നു. ഈ കൊല്ലപ്പെട്ട ആസിഫ് ഷെയ്ഖ് എന്ന് പറയുന്ന ആ ഭീകരൻ ലഷ്കർ ഇ തോയ്ബയുടെയോ ജെയ്ഷെ മുഹമ്മദിൻ്റെയോ രണ്ടിൽ ഏതിൻ്റെ പ്രവർത്തകനാണ് അല്ലെങ്കിൽ ഏത് ഭീകര സംഘടനയിലെ അംഗമാണ് എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. അതിന് കൂടുതൽ വരും ദിവസങ്ങളിലേ അത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തെക്കൻ കാശ്മീരിലാണ് ഇവർ കൂടുതലായിട്ട് തമ്പടിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ജമ്മുവിലേക്ക് കടക്കാനുള്ള സാധ്യതയും സൈന്യം മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തെക്കൻ കാശ്മീരിൽ നിന്ന് ജമ്മുവിലേക്ക് വരുന്ന പാത കൃത്യമായിട്ടും സൈന്യത്തിൻ്റെ സർവൈലൻസിലാണ്, കടുത്ത നിരീക്ഷണത്തിലാണ്. വളരെയധികം ജാഗ്രത സൈന്യം പുലർത്തുന്നു. നമുക്ക് അറിയുന്ന, നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഒരു പഴുതും സൈന്യം കൊടുത്തിട്ടില്ല. വളരെ കൃത്യമായിട്ട് ഈ 3 പേരും ഇന്ത്യയിലുണ്ടെങ്കിൽ, അതായത് കാശ്മീരിലുണ്ടെങ്കിൽ, ഈ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി കാശ്മീരിലെത്തി ഈ ഭീകരാക്രമണം നടത്തിയ ഭീകരന്മാർ ഇന്ത്യയിലുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അവർ സൈന്യത്തിൻ്റെ കയ്യിൽ പെടും. പൂർണ്ണമായിട്ടും നമ്മൾ ആ നുഴഞ്ഞുകയറ്റം എന്ന് പറയുമ്പോഴും ഒരു പക്ഷേ നുഴഞ്ഞുകയറ്റത്തിനേക്കാൾ അപ്പുറം, കാരണം അതിർത്തിയിലെല്ലാം പട്ടാള ഉദ്യോഗക്കാരുണ്ട്, ഒരു പക്ഷേ ഈ പറഞ്ഞോണം മറ്റേതെങ്കിലും തരത്തിൽ നുഴഞ്ഞു കയറാൻ സാധ്യത കഴിഞ്ഞാലും എത്രയോ കിലോമീറ്റർ താണ്ടി വേണം കാശ്മീർ. അല്ല, അവർ നുഴഞ്ഞു കയറുന്നതിന് പല മാർഗങ്ങളുണ്ട്. ഒന്ന്, മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് കൂടെ കാശ്മീരിലെത്താം. 2, ഈ അതിർത്തിയിൽ നമ്മൾ കണ്ടതാണ്, ഉറി എന്ന് പറയുന്ന ആ സംഭവത്തിൽ നമ്മൾ കണ്ടതാണ്. പത്താൻകോട്ടിൽ വന്ന് ആക്രമിച്ചിട്ട് പോയവർ എങ്ങനെയാണ് വന്നതെന്നും ഈ ഉറി സംഭവം നമ്മൾ കണ്ടതാണ്. അത് ഈ ഭൂമിക്കടിയിലൂടെ തുരങ്കമുണ്ടാക്കി അതിർത്തി കടന്ന് ഇന്ത്യൻ ഭൂപ്രദേശത്തെത്തിയതിനു ശേഷം ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ നിന്ന് നിരവധി തുരങ്കങ്ങൾ അക്കാലത്ത് സൈന്യം കണ്ടെത്തിയിരുന്നു. പലതും നമുക്ക് അടയ്ക്കാൻ കണ്ടെത്തിയതെല്ലാം നമ്മൾ അടച്ചു, സമർത്ഥമായിട്ട് അടച്ചു. പക്ഷേ ഇപ്പോഴും അവർ തുരങ്കങ്ങൾ നിർമ്മിക്കുകയും, നമുക്ക് ഈ തുരങ്ക നിർമ്മാണം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മൾ ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണമുണ്ട്, നമ്മൾ മാനുവലായിട്ട് സൈന്യം തന്നെ നേരിട്ടിറങ്ങി നിരീക്ഷിക്കുന്നുണ്ട്, അവിടെയെല്ലാം പെട്രോളിംഗ് ഉണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ഇവർ വളരെ കൃത്യമായിട്ട് ഈ വലിയ വലിയ വൻ മരങ്ങളുടെ സമീപത്ത് അതിൻ്റെ വേരുകൾക്കിടയിലൂടെ ആണ് തുരങ്കങ്ങളുടെ ഈ കവാടം അത് തുറക്കുന്ന ആ ഭാഗം നിർമ്മിക്കുന്നത്. അത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അവിടെ അവർ മറ്റെന്തെങ്കിലുമൊക്കെ മറച്ച് വളരെ കൃത്യമായിട്ട് തുരങ്കം നിർമ്മിച്ച് കൊടുക്കും. ആ തുരങ്കത്തിലൂടെ, അത് സൈന്യത്തിൻ്റെ തന്നെ ഒരു സംവിധാനത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്, ആ തുരങ്കത്തിലൂടെയാണ് ഈ ഭീകരന്മാർ നുഴഞ്ഞു കയറുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് അവർ നുഴഞ്ഞു കയറിക്കൊണ്ടിരുന്നത് സൈന്യത്തിന് കൃത്യമായിട്ട് മനസ്സിലാകുകയും ആ തുരങ്കങ്ങൾ കണ്ടെത്തി അത് അടയ്ക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല രീതിയിലും അവർ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. ആ നുഴഞ്ഞുകയറ്റ മാർഗങ്ങളെല്ലാം പ്രതിരോധിക്കാൻ സൈന്യത്തിന് ഒരു വലിയ അളവ് വരെ സാധിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1000 പരിശ്രമങ്ങൾ അവർ നടത്തുമ്പോഴാണ് ഒരെണ്ണത്തിൽ വിജയിക്കുന്നത്. ബാക്കി 999 ഇടത്തും അവർ പരാജയപ്പെടുകയാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. അത് നമ്മുടെ സൈന്യത്തിൻ്റെ മികവാണ്, മിടുക്കാണ്. എന്തായാലും ഈ ആസിഫ് അഹമ്മദ് ഷെയ്ഖ് എന്ന് പറയുന്ന ആ പഹൽഗാം ആക്രമണത്തിന് എല്ലാ സഹായവും ചെയ്ത, വെള്ളവും വളവും കൊടുത്ത, ചെലവും കൊടുത്ത ആ ഭീകരൻ ഇതാ ആത്യന്തികമായ ശിക്ഷയ്ക്ക് വിധേയനായിരിക്കുന്നു. സ്വദേശീയരായിട്ടുള്ള 3 പേരെയാണ്, 3 ഭീകരരെയാണ്. അത് ഈ 4 പേരുടെ കാര്യത്തിൽ ഈ 3 പേരാണ് ഇപ്പോൾ വധിച്ചത് സൈന്യം. അതിൽ ആസിഫ് ഷെയ്ഖിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. മറ്റ് 2 പേർ ആരൊക്കെയാണ് എന്നുള്ളത് പുറത്തു വിട്ടിട്ടില്ല. ഒരു പക്ഷേ ഈ പഹൽഗാം ആക്രമണം നടത്തിയ ഈ പറയുന്ന വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊന്ന ആ ഭീകരന്മാരിൽ ആരെങ്കിലും ആണോ അല്ലയോ, കൂട്ടത്തിലുള്ള ആൾക്കാർ ഇനിയും ഉണ്ടാവാൻ സാധ്യത. തീർച്ചയായിട്ടും ഈ കൂട്ടത്തിൽ വലിയൊരളവ് വരെ കാശ്മീരിലെ ആൾക്കാർ തീവ്രവാദം വെടിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ സൈന്യത്തിനോടും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനോടും വളരെ അനുഭാവപൂർണ്ണമായി സൗഹാർദ്ദപരമായി പെരുമാറുകയും ജീവിക്കുകയും ചെയ്യുന്നു. അവർക്കിന്ന് തൊഴിലുണ്ട്, അവർക്ക് വരുമാനമുണ്ട്, അവർ സമാധാനമായിട്ട് ശാന്തിയോടെ ജീവിക്കുന്നു. പക്ഷേ വിരലിലെണ്ണാവുന്ന ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ഈ പറഞ്ഞതുപോലെ, രഞ്ജിനി പറഞ്ഞതുപോലെ, ഈ OGW ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് ആയി ഇപ്പോഴും തുടരുകയാണ്. അവരെ കൃത്യമായിട്ട്, അവരൊക്കെ സ്ലീപ്പർ സെല്ലുകളാണ്, അവരെ കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്യേണ്ട ആ ചുമതല നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സൈന്യം. ഇനിയും ഇത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരെ ഇതുപോലെ സഹായിക്കാനുള്ള ആൾക്കാർ, സ്വദേശീയരായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും.
അപ്പോൾ നമ്മൾ വർക്കലയിലൊക്കെ കണ്ടതാണ്. അപ്പം നമ്മുടെ ഇവിടെ ഒരു അറിയാത്ത ഒരു വ്യക്തി, ഒരു അന്യനാട്ടിൽ നിന്ന്, ഇപ്പോൾ ബംഗാളിൽ നിന്നോ ആസാമിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇവർ ഈ പറഞ്ഞതുപോലെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇത് ഇന്ന ആൾക്കാർ വന്ന് താമസിക്കുന്നു എന്നുള്ള, നമ്മളുടെ വീട്ടിലാണെങ്കിൽ റെൻറ്റിനാണെങ്കിൽ ഇന്ന ആൾക്കാർ താമസിക്കുന്നുള്ള ഇൻഫർമേഷൻ അത്തരത്തിൽ കുറച്ചുകൂടി ഒന്ന് വിപുലീകരിച്ചാൽ കാശ്മീർ ഇത് വിപുലീകരിച്ചു. കാരണം ഇപ്പോൾ പണ്ടത്തെ കാലമല്ല, ഇപ്പോൾ കാശ്മീർ ജനത തന്നെ ഇതിനെതിരാണ്. നമ്മൾ കണ്ടതാണ് ഈ ഒരു പഹൽഗാം ആക്രമണം വന്നപ്പോൾ ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾ തന്നെ തെരുവിൽ. അപ്പൊ ജനങ്ങൾക്കും ഇത് ഒരു പക്ഷേ ഈ പറഞ്ഞ സൈന്യത്തിനെ സഹായിക്കാനാവും. തീർച്ചയായിട്ടും അതാണല്ലോ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ആരൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഈ ആസിഫ് ഷെയ്ഖ് തന്നെ ഇവിടെ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം കൊടുക്കുന്നത് തദ്ദേശീയരായ ആൾക്കാരാണ്. അവരുടെ വിശ്വാസം ആർജിച്ച് സൈന്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഏജൻസികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. വലിയൊരളവ് വരെ ഈ തദ്ദേശീയരായ ആൾക്കാർ ഇന്നിപ്പോൾ സൈന്യത്തിനോടും ഇന്ത്യ ഗവൺമെൻറ്റിനോടും ഒപ്പമാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് തിരിച്ചറിയേണ്ട ഒരു സത്യം. അവരുടെ സഹായം ഉള്ളത് കൊണ്ടാണ് ഇത്തരക്കാരെ നമുക്കിപ്പോഴും കൃത്യമായിട്ട് പിടികൂടാനും അവരെ ഏറ്റുമുട്ടൽ ഉണ്ടായാൽ വധിക്കാനും ഒക്കെ സാധിക്കുന്നത് തദ്ദേശീയരുടെ സഹായം കൊണ്ട് തന്നെയാണ്.